ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് ജനറൽ പ്രമോ, അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇനി നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് പല സത്യങ്ങളും പലരും തിരിച്ചറിയുക തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റുധാരണയ്ക്കൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. നമ്മുടെ നന്ദയ്ക്ക് ഗൗതമിനോട് തെറ്റിദ്ധാരണ, ഗൗതമിന് നന്ദയോട് തെറ്റിദ്ധാരണ. അപ്പൊ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറാൻ പോവുകയാണ്. ഈ കുട്ടികൾ കാരണം തന്നെയാണ് ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നത്. അതിലുപരിയായിട്ട് നമ്മുടെ ഗൗരി മോളെ ഗൗതം സ്നേഹിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ. അപ്പൊ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെഡിങ് ആനിവേഴ്സറി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് നന്ദയും ഗൗരിമോളും വരുന്നില്ല. നമ്മുടെ നന്ദുമോൻ വാതിലടച്ചിരിക്കുകയാണ്. ഗൗതം ലാസ്റ്റ് പോയി നന്ദയുടെ വാശിയല്ലേ, നന്ദ വരുമോ? നന്ദ പറഞ്ഞു ഇല്ല, ഞാൻ വരില്ല, ആ വീട്ടിലേക്ക് ഞാൻ വരില്ല, എൻ്റെ കുട്ടീനെയും വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. ഈ ഒരു സമയത്ത് അവിടെ അതിനേക്കാളും വലിയ വാശി നമ്മുടെ ഗൗതമിന്റെ മോന് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിനിടയിൽ നമ്മുടെ പിങ്കി പറഞ്ഞു മോൻ തന്നെ ഒന്ന് വിളിച്ചു നോക്കുക, ചിലപ്പോൾ മോൻ വിളിച്ചു നോക്കിയാൽ വന്നാലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും കുട്ടിയും വിചാരിച്ചു ശരിയാണല്ലോ, ഇനിയിപ്പം ഞാൻ വിളിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാലോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ ജനലിൽ കൂടി എനിക്ക് അമ്മ ഫോൺ ഇതാ, ഞാൻ ഫോണിൽ കൂടെ വിളിക്കാം. അല്ലാതെ ഇതിൻ്റെ വെളിയിൽ ഇറങ്ങി വരുന്ന ഒരു പരിപാടിയില്ല, എനിക്കറിയാം അമ്മയ്ക്ക് എന്നെ പറ്റിക്കാനാണെന്ന്. ഞാൻ വെളിയിൽ ഇറങ്ങി വരും, പിന്നെ അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തും. അതുകൊണ്ടേ ജനലുണ്ടല്ലോ, ആ ജനലിൽ കൂടി ആ ഫോണിങ്ങത്താ. അപ്പൊ ഞാന് നന്ദുവിന്റെ അല്ല ഗൗരിയുടെ അമ്മേനെ വിളിച്ചു നോക്കാം, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെറുക്കന് കാഞ്ഞ ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ എന്ത് ചെയ്തു, നന്ദയല്ല പിങ്കി എന്ത് ചെയ്തു, ഫോൺ കൊണ്ട് കൊടുക്കാണ്. അങ്ങനെ ഫോൺ കൊണ്ട് കൊടുത്തതും നമ്മുടെ നന്ദുമോൻ വിളിച്ചു. നന്ദുമോൻ ഫോൺ വിളിച്ചതും ഓടിച്ചെന്ന് എടുക്കുന്നത് ഗൗരി. അപ്പം ഗൗരിയോട് ചോദിച്ചു, ഗൗരി നീ എന്താ ഗൗരി ഇവിടെ ഇതുവരെ വരാത്തത്? എൻ്റെ പപ്പ വരെ വന്നില്ലേ അങ്ങോട്ട് നിന്നെ വിളിക്കാന്, ഞാൻ നിന്നെ കാത്തിരിക്കുമല്ലേ ഗൗരി, എന്താ ഗൗരി ഇത്, നീ വാ ഗൗരി എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എന്ത് ചെയ്യാനാ, അമ്മ വിടുന്നില്ല, അമ്മ വിടാത്തത് കൊണ്ട് തന്നെയാ. അല്ലെങ്കിലും ഈ ഗൗരിക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റൂലല്ലോ, അമ്മ സമ്മതിക്കില്ലല്ലോ, അമ്മയ്ക്ക് ഓരോരോ വാശി. അപ്പോഴത്തേക്ക് നന്ദുമോൻ ചോദിച്ചു എന്ത് വാശി? അതേ, ഞാൻ പറഞ്ഞാൽ നിന്റെ അമ്മയുടെ വാശിയൊക്കെ മാറും, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നീ നിന്റെ അമ്മയുടെ കൈ കൊടുക്ക, ഡോക്ടർ ആൻറ്റിയുടെ കൈ കൊടുക്ക, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പം ഗൗരി ഫോൺ കൊണ്ടുപോയി, ഇന്നമ്മേ ദേ വിളിക്കുന്നു നന്ദു വിളിക്കുക എന്നും പറഞ്ഞ് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഫോൺ മേടിച്ചിട്ട് എന്താ മോനെ നന്ദുമോനെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, അത് പിന്നെ എന്താ ഡോക്ടർ ആൻറ്റി വരാത്തത്, ഡോക്ടർ ആൻറ്റിയും ഗൗരിമോളും വരുന്ന ഓർത്തല്ലേ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്, നോക്കിക്കോ നിങ്ങൾ വരാതെ ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല, ഞാൻ ഇപ്പം എവിടെയാ ഉള്ളതെന്ന് അറിയാമോ, ഞങ്ങളുടെ റൂമിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക, നിങ്ങൾ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല, അതുമല്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങത്ത് പോലും ഇല്ലാന്ന്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നന്ദ അറിയുന്നത് കുട്ടി ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഗൗതം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്, കാരണം മനസ്സങ്ങാണം മാറി വന്നാലോ എന്നോർത്തിട്ടാണ്, ഇനിയും കുഞ്ഞിന്റെ വിഷയം എടുത്ത് ഇടണ്ടല്ലോ എന്നോർത്തിട്ടാ കുഞ്ഞിങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് നമ്മുടെ ഗൗതം പറയാതിരുന്നത്. ഏതായാലും ഈ സമയത്ത് നന്ദ വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോ. നന്ദ പറഞ്ഞു, മോനെ നീ എന്താ മോനെ കാണിക്കുന്നത്, അത് പിന്നെ ഞങ്ങൾക്കിപ്പം വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഗൗരിമോള് വിളിച്ചു പറയാ, വെറുതെ പറയാട്ടോ നന്ദുമോനെ, ഞങ്ങൾക്ക് വരാൻ പറ്റുന്ന സാഹചര്യ, ഈ അമ്മയുടെ വാശിയാ നന്ദുമോനെ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ കണ്ണും കൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടോ ഗൗരീനെ ഇങ്ങനെ കാണിക്കാം. അപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, നോക്കിക്കോ ഇനി വന്നില്ലെങ്കിൽ എന്നെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർ ആൻറ്റി വരണ്ട, എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാത്തത്, എനിക്കറിയാം, ഞാനാണെങ്കിൽ ഗൗരിമോളെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു കൊതിച്ചിരിക്കുകയായിരുന്നു, എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് എനിക്കറിയാം, എനിക്ക് ആരുമില്ല, എന്നെ ഇഷ്ടമല്ല ആർക്കും, എൻ്റെ കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, അതുപോലെ ഇപ്പം ഡോക്ടർ ആൻറ്റിക്കും ഗൗരിമോൾക്കും ഒന്നും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ നന്ദയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി. നന്ദ ഏതായാലും പെട്ടെന്ന് തീരുമാനം മാറ്റുകയാണ്. അങ്ങനെ നന്ദ നമ്മുടെ ഗൗരിമോളോട് പറയാം, മോളെ ഒരു കാര്യം ചെയ്യുക, അമ്മ വരുന്നില്ല, നീ ഏതായാലും പൊക്കോ, കാരണം ആ കുട്ടീനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഒരുക്കി വിടാന്ന് പറഞ്ഞിട്ട് അതെ ഗൗതം സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഗൗതം പെട്ടെന്ന് കുറച്ചു നേരം നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് എന്നാൽ പിന്നെ കയറി പോകാന്നോർത്ത് അപ്പം ഗൗതം തിരിഞ്ഞു നോക്കി. അപ്പം ഗൗതം തിരിഞ്ഞു നോക്കിയപ്പം നമ്മുടെ ഗൗരിമോളെ
ഒരുക്കി തയ്യാറാക്കി ഇങ്ങനെ നിർത്തിയേക്കാം കേട്ടോ. നമ്മുടെ ഗൗരിമോളെ കണ്ടാൽ തന്നെ ഒരു സുന്ദരി കുട്ടിയും വായാടിയൊക്കെ ആയിട്ട് ആരെയും പെട്ടെന്ന് ആകർഷിക്കും. കാരണം ഗൗരിയുടെ ആ ഒരു വർത്താനമൊക്കെ നല്ലതല്ലേ. അപ്പൊ അതുകൊണ്ട് ഗൗരി ഹലോ പപ്പ എന്നിങ്ങനെ വിളിച്ചപ്പോ പെട്ടെന്ന് പപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് പേടിയാ. അതെ നന്ദുവിന്റെ പപ്പ അവിടെ നിൽക്ക്, ഞാനും വരുന്നുണ്ട്, ഞാനുമേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിമോളും നന്ദയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഞാന് മോളെ വിടാം, എന്നെ നന്ദുമോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനാകെ പിടിവാശിയിലല്ലേ, അതെന്നോട് പറഞ്ഞില്ലല്ലോ, അതാ പിന്നെ ഞാൻ മോളെ വിടാൻ സമ്മതിക്കാതിരുന്നത്. ഏതായാലും മോളെ കൂട്ടിക്കൊണ്ട് പോക്കോ, ആനിവേഴ്സറി കഴിഞ്ഞ് ഉടനെ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടാൽ മതി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ നന്ദ വരാതെ, അതെന്താ ഞാൻ വരാതെ അവിടെ വെഡിങ് ആനിവേഴ്സറി നടക്കില്ലേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളെ വിടാന്ന്, മോളെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പിടിവാശിയൊക്കെ മാറിക്കോളും, ഏതായാലും ഞാൻ മോളെ വിടുന്നുണ്ട്, മോളെ കൊണ്ടൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗരിമോള് ഗൗതമന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. ഏതായാലും സ്വന്തം പപ്പ തന്നെയാണല്ലോ, ഇപ്പം പപ്പയും മോളും കൂടെ അങ്ങ് പോട്ടെ എന്ന് ഓർത്താണ് നമ്മുടെ നന്ദ. ഏതായാലും അങ്ങനെ നന്ദ അകത്തേക്ക് കയറി പോയി. ഏതായാലും ഈ സമയത്ത് ഗൗരി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വണ്ടിയിൽ പോവാ. ഈ സമയത്ത് ആയിക്കോട്ടെ നമ്മുടെ നന്ദുമോന്റെ വാശിക്ക് ഒരു കുറവില്ല. മോഹിനിയും പവിത്രയൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് തുള്ളാണ്, ചെറുക്കൻ്റെ ഓരോ കൂത്തിനൊട്ട് താളത്തിനൊത്ത് നിന്നോളും, വേറെ പണിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല വെഡിങ് ആനിവേഴ്സറി വെക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലല്ലോ മോഹിനിക്ക്. ഇതൊക്കെ കാണുമ്പോഴാണ് കലി വരുന്നത്. ഒരില്ലാത്ത വെഡിങ് ആനിവേഴ്സറി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക, സങ്കല്പ വിവാഹം, സങ്കല്പ വെഡിങ് ആനിവേഴ്സറി. ഈ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കൊച്ചിനുള്ള സൗകര്യമൊന്നും പോരെ, ഇനിയിപ്പോൾ ഇവര് സൗകര്യം ചെയ്തങ്ങോട്ട് കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോഹിനിക്കും ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയൊക്കെ മാറി മാറി ബാ നന്ദുമോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എവിടെന്ന്? നന്ദുമോ, ഞാൻ എൻ്റെ ഗൗരിമോള് വരാതെ ഇറങ്ങി വരില്ല, എനിക്ക് ഈ വെഡിങ് ആനിവേഴ്സറി വേണ്ട എന്ന് പറഞ്ഞ് ചാടിയും പിടിക്കുന്നു. അപ്പോഴാണ് മുറ്റത്ത് പെട്ടെന്ന് നമ്മുടെ ഗൗതം വരുന്നതും നമ്മുടെ ഗൗരിമോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും. വാവ്, ഇത് എന്ത് വലിയ വീടാ, ഇതാണോ നന്ദുവിന്റെ വീടും നന്ദുവിന്റെ പപ്പയുടെ വീടും? അതേ മോളെ, ഈ വീട് തന്നെയാ. അയ്യോ, ഇത്രയും വലിയ വീട് ഞാൻ താമസിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ അമ്മയും ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ടില്ല. എൻ്റെ അമ്മ വരാത്തത് ഏതായാലും വലിയ അബദ്ധമായി പോയി എന്ന് അമ്മ വിചാരിച്ചാണ്. കാരണം എൻ്റെ അമ്മ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ടില്ലല്ലോ. പാവം അമ്മ. എൻ്റെ അമ്മ വരുവാണെങ്കിൽ ഈ വീട് കണ്ടിട്ടേ ഈ വീട്ടിൽ നിന്ന് പിന്നെ പോകത്തില്ലായിരുന്നു, 1-2 ദിവസം നിന്നേനെ. അത്രയ്ക്ക് വലിയ വീടല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി കുട്ടി ഇങ്ങനെ നിൽക്കുക. കുട്ടി അത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ല. ഇവര് താമസിക്കുന്ന ചെറിയൊരു വാടക വീട്ടിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ല കുട്ടി. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗൗതം ഗൗരിമോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. അപ്പോഴത്തേക്കും പിങ്കി ഓടി വന്നിട്ട് അല്ല മോള് മാത്രമേ വന്നല്ലോ, മോളുടെ അമ്മ വന്നില്ലെന്ന് ചോദിച്ചപ്പം ഇല്ല എൻ്റെ അമ്മ വന്നില്ല, എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു വാശി, എന്ത് ചെയ്യാനാ, ഞാൻ വന്നില്ലേ അതുപോരെ എന്ന് ചോദിച്ചപ്പം പിങ്കി പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അതിന് പിങ്കി കുട്ടീനെയും കൂട്ടിക്കൊണ്ട് അകത്ത് ചെന്നപ്പം അവിടെ നമ്മുടെ അരുന്ധതി, ലക്ഷ്മി, മഹേശ്വരൻ, മോഹിനി, പവിത്ര ഇവരെല്ലാം ഈ കുട്ടീനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, രൂക്ഷമായിട്ടാണ് നോക്കുന്നത്. ഏതായാലും നമ്മുടെ ലക്ഷ്മിക്ക് അത്രയ്ക്ക് വലിയ ദേഷ്യമൊന്നുമില്ല, കാരണം ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല, ഇച്ചിരി വിവരവും ബോധവും ഉണ്ട് ലക്ഷ്മിക്ക്. അതുപോലെ തന്നെ മഹേശ്വരനും ഇച്ചിരി വിവരവും ബോധവും ഉണ്ട്. അപ്പം പിങ്കി പറഞ്ഞു വന്നേ നമുക്ക് നേരെ നന്ദുമോന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞ് നേരെ നന്ദുമോന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നന്ദുമോനോട് പറഞ്ഞു അതേ നന്ദുമോനെ ഞാൻ വന്നു കേട്ടോ എന്ന് ഗൗരി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുട്ടി വാതിൽ തുറന്ന ഉടനെ തന്നെ ഓടി നമ്മുടെ നന്ദുമോൻ വന്നിട്ട് കെട്ടിപ്പിടിക്കാണ് ഗൗരി. എന്നിട്ട് ചോദിച്ചു ഡോക്ടർ ആന്റി എന്തിയേ? അത് പിന്നെ അമ്മ വന്നില്ല നന്ദു. അല്ല ഞാൻ വന്നു, അതുപോലെ ഇന്ന നിനക്ക് എന്റെ സമ്മാനം എന്ന് പറഞ്ഞ് ആ ഒരു സമ്മാനം കൊടുക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു പേപ്പറിൽ അവരുടെ ആ ഒരു ഫാമിലിയുടെ പടമൊക്കെ വരച്ച ഒരു സമ്മാനം കേട്ടോ കൊടുക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കൊടുത്തു. ഈ സമയത്ത് വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് നടത്തണമല്ലോ, അപ്പൊ അതുകൊണ്ട് കേക്കൊക്കെ എല്ലാം എടുത്ത് ടേബിളിലൊക്കെ വെച്ചു. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇത് നന്ദുമോന്റെ അമ്മുമ്മയാണല്ലേ, ഇത് നന്ദുമോന്റെ മുത്തശ്ശിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ കുട്ടി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇതുപോലെയുള്ള ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, പിന്നെ 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 എന്നൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് കുട്ടി പറയുന്നില്ല കേട്ടോ, ബാക്കി പറയുന്നില്ല. ഇച്ചിരി നമ്മുടെ ഗൗരിമോളും ബുദ്ധിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്, നന്ദയുടെയും ഗൗതന്റെ മോളല്ലേ, അപ്പൊ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ പിങ്കി പറഞ്ഞു സമയം പോയി, നമുക്ക് കേക്ക് മുറിക്കണ്ടേ. അപ്പം എൻ്റെ അടുത്ത് വന്ന് ഗൗരിമോള് നിൽക്കണം കേട്ടോ എന്ന് നന്ദുമോൻ പറഞ്ഞു. അങ്ങനെ ഗൗരിമോളും അടുത്ത് ചെന്ന് നിൽക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ദഹിക്കുന്നില്ല. മോഹിനിക്കും അരുന്ധതിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ. ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫംഗ്ഷൻ കഴിയുകയാണ്. ഏതായാലും ഈ ഫംഗ്ഷൻ കഴിഞ്ഞതും
ഈ സമയത്ത് നമ്മുടെ ഗൗരിമോളെ കുത്തി കുത്തി നോവിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മോഹിനി. അപ്പോഴേക്കും ലക്ഷ്മി ഇതൊക്കെ കണ്ടിട്ട്, നീ എന്താ മോഹിനി ഈ കാണിക്കുന്നത്? ആ കുട്ടിക്ക് എന്തറിയാം? അതൊരു പിഞ്ചു കുട്ടിയല്ലേ, നമ്മുടെ നന്ദുമോനെ പോലെ തന്നെയല്ലേ, കുട്ടികൾക്ക് എന്തറിയാൻ പറഞ്ഞിട്ടാ നീ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്, ആ കുട്ടിയെ അങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോയി ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ കുട്ടി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഗൗതം കുട്ടിയായിട്ട് കുറച്ച് കൂട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ഗൗതം ഇവരോട് പറയുന്നത്, ഗൗതത്തിനോടല്ല ഇവരോട് പറയാണ്, ഫുള്ളായിട്ട് പറയാണ് കേട്ടോ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്, പിന്നെ അങ്കിളുണ്ട്, അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വരും എന്നിങ്ങനെ പറയാ. അങ്കിളോ? ഏതങ്കിള്? അത് പിന്നെ അങ്കിളിനെ അറിയില്ലേ, നിർമ്മൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർക്കെല്ലാം പെട്ടെന്ന് അതൊക്കെ പിടികിട്ടാണ്. അപ്പൊ അങ്കിളാണോ, അതായത് അങ്കിൾ എന്നാണ് കുട്ടി വിളിക്കുന്നത്. ചിലപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ വിവാഹം കഴിച്ചിട്ട് ഈ കുട്ടീനെ ദത്തെടുത്തതാകാന്നൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ ഒരു ലെവലിലാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദുമോള് പറയുന്നുണ്ട്, എനിക്ക് മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പപ്പേനെ കാണാന്നുള്ളതാ. അല്ല, അപ്പൊ മോളുടെ പപ്പയല്ലേ നിർമ്മൽ? അയ്യേ, അതെന്റെ പപ്പയല്ല, അതെന്റെ അങ്കിളാ, എൻ്റെ അങ്കിള്. അതല്ല എൻ്റെ പപ്പ. എൻ്റെ പപ്പ ആരാണെന്നേ എന്നോട് ഇതുവരെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ പപ്പായും എൻ്റെ അമ്മയും തമ്മിൽ പിണക്കത്തിലാന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് എൻ്റെ പപ്പാനെ ഒരുപാട് 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 ഇഷ്ടമാണ്. എൻ്റെ പപ്പാനെ കാണണമെന്ന എൻ്റെ ആഗ്രഹം. പക്ഷെ പപ്പയുടെ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിക്കും. അതാ ഞാൻ എൻ്റെ പപ്പേനെ കുറിച്ച് ചോദിക്കാത്തത്. ഏതായാലും എൻ്റെ പപ്പാനെ ഞാൻ ഒരു ദിവസം കാണും. എൻ്റെ പപ്പ നന്ദുവിൻ്റെ പപ്പാനെ പോലെ ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗൗതമിന് മനസ്സിലായി കേട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴത്തേക്കാണ് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മോളുടെ അമ്മയുടെയും നിർമ്മലങ്കിളിന്റെയും വെഡിങ് ആനിവേഴ്സറി നടന്നിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ കിള്ളി നമ്മുടെ ഗൗതം ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാ നടക്കുന്നത്? എൻ്റെ പപ്പേനെ അല്ല എൻ്റെ അമ്മേനെ അതിന് നിർമ്മലങ്കിൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എങ്കിലല്ലേ വെഡിങ് ആനിവേഴ്സറി നടക്കുന്നത്. അവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല. അതേ, എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടം നിർമ്മലങ്കിളിനെ. നിർമ്മലങ്കിള് എൻ്റെ അമ്മയുടെ അനിയനെ പോലെയാ എന്നൊക്കെ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമിന് മനസ്സിലാകാണ്. എന്തൊക്കെയോ വീണ്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും താൻ നന്ദയെ തെറ്റിദ്ധരിക്കുന്നതാണെന്നും ആ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ നമ്മുടെ ഗൗതം കേട്ടു മനസ്സിലാക്കണ കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഗൗതം തിരിച്ചറിയാൻ പോവുകയാണ് താൻ നന്ദയെ വെറുതെയാണ് തെറ്റിദ്ധരിക്കുന്നത് എന്ന്. ഏതായാലും നിർമ്മലിനെ കാണും. നിർമ്മല് തന്നെയാണ് നമ്മുടെ ഗൗതമിനോട് പറയുന്നത്, ഈ കുട്ടി വേറെ ആരുമല്ല, ഈ കുട്ടി ഗൗതമിന്റെ കുഞ്ഞ് തന്നെയാണ്. നന്ദ ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞുള്ള കഥ മുഴുവൻ നമ്മുടെ നിർമ്മല് ഗൗതമിനോട് പറയൂ കേട്ടോ. അപ്പം ഗൗതമിന് മനസ്സിലാകും. അങ്ങനെയാണ് തെറ്റിദ്ധാരണ മാറി ഈ പിങ്കിനോടുള്ള ഈ ഒരു അടുപ്പമൊക്കെ മാറി തൻ്റെ മകളെയും ചേർത്ത് പിടിച്ച് തൻ്റെ ഭാര്യയും ചേർത്ത് പിടിക്കാനൊക്കെ പോകും. ഏതായാലും ഈ രണ്ട് വള്ളത്തിൽ കാലുകുത്തി നമ്മുടെ ഈ ഒരു ഗൗതം നിൽക്കുന്ന കളി ഇതോടുകൂടിയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.